നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രുതി വീണ്ടും ചന്ദ്രമതിയും കുടുംബത്തെയും പറ്റിക്കാനായിട്ട് ഒരുങ്ങുവാണ്. പക്ഷെ ശ്രുതിയുടെ കള്ളത്തരമൊക്കെ കൈയോടെ പിടികൂടുവാണ് ചന്ദ്രമതി. ഒരബദ്ധം പറ്റി, പക്ഷെ ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ലെന്ന് ചന്ദ്രമതിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അവള് കള്ളത്തരം കാണിക്കുന്നതാണെങ്കിൽ അത് കൈയോടെ പിടികൂടാൻ തന്നെ ചന്ദ്രമതി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവില് കള്ളത്തരങ്ങളൊക്കെ കള്ളഗർഭം പൊളിച്ചെടുക്കുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളാണ് കാണാൻ പോകുന്നത്. അപ്പം ശ്രുതി ഗർഭിണിയാന്നുള്ള കാര്യങ്ങളൊക്കെ ഭാമയാണ് വന്ന് ചന്ദ്രമതിയോട് ശ്രുതിയോടും ഒക്കെ പറയണേ. അപ്പൊ ഭാമ പറഞ്ഞു കഴിഞ്ഞപ്പം ശ്രുതി വിചാരിച്ചു തന്റെ ഭാര്യ ഗർഭിണിയാണ്, പാവം അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അവളെ ഒന്ന് കാണണം. എങ്ങനെ കാണാൻ പറ്റും? ചന്ദ്രമതി അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല. ചന്ദ്രമതിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ചന്ദ്രമതി പറഞ്ഞു, എങ്ങാനും അവളെ കൂട്ടിക്കൊണ്ടുവരാൻ എന്തേലും പ്ലാൻ ഉണ്ടെങ്കിൽ നിർത്തിക്കോ. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരാൾ മാത്രമേ ഈ വീട്ടിൽ കാണുള്ളൂ, ഞാൻ ഈ വീട് വിട്ടു പോകുമെന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? പെട്ടുപോയി. അമ്മയല്ലേ, ഇനിയിപ്പൊ കൂട്ടിക്കൊണ്ട് വന്നാല് അമ്മ വീട് വിട്ടു പോയാലോ. ശ്രുതിക്ക് അമ്മയും വലുതാ, അതുപോലെ തന്നെ ശ്രുതിയും വലുതാണ്. പക്ഷെ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ചന്ദ്രമതിയാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയെ ഭയന്നിട്ട് ശ്രുതിക്ക് പോയി വിളിച്ചോണ്ട് വരാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു വിഷമാണ്. പിന്നീട് ശ്രുതിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. അച്ഛമ്മയോടോ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതായത് ഗർഭിണിയാന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അമ്മ തന്നെ ചീത്ത പറയും. അമ്മ പറഞ്ഞിരിക്കുന്ന കാര്യം ആരോടും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണെങ്കിൽ ശ്രുതിക്ക് വല്ലാത്തൊരു വെപ്രാളമായിപ്പോയി. ഒരു പക്ഷെ അച്ഛമ്മ അറിയുവാണെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടിയാനും. പക്ഷെ അച്ഛമ്മയോട് താൻ പറഞ്ഞറിഞ്ഞാൽ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഒടുവില് ശ്രുതിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. പിന്നീട് എന്ത് ചെയ്തു? ശ്രുതി രാത്രിയിൽ ഇങ്ങനെ ഉറക്കം വിളിച്ച് ഇങ്ങനെ സിറ്റ് ഔട്ട് വന്നിരിക്കുമ്പോഴത്തേനും ചന്ദ്രമതി വന്നിട്ട് ചെന്താടാ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അമ്മേ, എനിക്ക് എൻ്റെ ഭാര്യ ഒന്ന് പോയി കണ്ടാ കൊള്ളാമെന്നുണ്ട് ശ്രുതിയെ. പാവല്ലമ്മേ, അവൾ ഗർഭിണിയായിരിക്കണ സമയത്ത് നമ്മൾ അവൾക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? ഒരു ഭർത്താവിന്റെ സാമീപ്യം അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ? എടാ, അവളെ പോലുള്ള ഒരുമ്പെട്ടോളെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റണമല്ലേ? നീ എന്ത് വർത്താനോടാ പറയണേ? അവൾ എന്തുമാത്രം ചതിയെ കുടുംബത്തോട് ചെയ്തെന്നറിയോ? എന്നോട് പോട്ടെ, നിന്നോട് മാത്രം എന്തുമാത്രം ചതി അവൾ ചെയ്തേ? അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ അവൾക്ക്? അമ്മേ, അത് അവൾക്കൊരു അബദ്ധം പറ്റിയത്. വേണ്ട, കൂടുതലൊന്നും പറയണ്ട അമ്മേ, എന്റെ കുഞ്ഞല്ല അമ്മ അവളുടെ വയറ്റി വളരുന്നേ, അമ്മ ഇങ്ങനെ പറയില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചന്ദ്രമതി സമ്മതിച്ചില്ല. ശ്രുതിയുടെ ഊണ് ഉറക്കവും നഷ്ടപ്പെട്ടു. ഈ സമയത്ത് ഭാമ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഭാമ വിളിച്ച് ശ്രുതിയോടൊക്കെ പറഞ്ഞു. പക്ഷേങ്കില് ഇതുവരെയായിട്ടും ചന്ദ്രമതിയുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി കിട്ടിയില്ല. ശ്രുതിക്ക് ഭയങ്കര സങ്കടമായി. എല്ലാത്തിനും കാരണം ആ തള്ളയാണ്. അവരാണ് ഒന്നിനും സമ്മതിക്കാത്ത. തന്റെ അമ്മായിമ്മ കാരണോ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ശ്രുതി തന്നെ വിളിച്ചോണ്ട് പോയാനും. മീര പറഞ്ഞു, ഇത്തവണ നിന്റെ നമ്പറൊന്നും ഏറ്റില്ല, നിന്റെ നാടകമൊക്കെ പൊളിഞ്ഞ ലക്ഷണമുണ്ട്. ശ്രുതി പറഞ്ഞു, അങ്ങനൊന്നും ഒരിക്കലും പൊളിയില്ല, എനിക്കറിയാം, നീ നോയിക്കോടി, എന്നെ വിളിക്കാൻ വരൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്കാണെങ്കിൽ ശ്രുതി ഒന്ന് വിളിച്ചാലും കണ്ടാലും കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആകെപ്പാടെ പെട്ടുപോയൊരവസ്ഥയിലാ. ചന്ദ്രമതി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമോ? ഒന്ന് ഫോൺ വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാളും വലിയ പ്രശ്നമോ? ഒടുവില് ശ്രുതി രണ്ടും കൽപ്പിച്ച് ശ്രുതിയെ വിളിക്കുവാണ്. ശ്രുതിയെ വിളിച്ചിട്ട് ചോദിച്ചു, അതെ സത്യമാണോ ഭാമാൻറ്റി വന്ന് പറഞ്ഞത്? ഒരു കാര്യം അറിഞ്ഞല്ലോ, നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. അപ്പോഴേക്ക് ശ്രുതി ഒരു ഒറ്റ കള്ളക്കരച്ചിൽ കരയാണ്. ശ്രുതി, ഞാൻ ഗർഭിണിയാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതി വേറെ കല്യാണം കഴിക്കാൻ പോവാ, എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാന്നൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല, എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. എനിക്കറിയില്ല, ശ്രുതിയുടെ കുഞ്ഞ് എന്റെ വയറ്റി വളരുന്നേ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ കുഞ്ഞിനെ കളയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പക്ഷെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഈ കുഞ്ഞിനെ, അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും പറഞ്ഞ് കരഞ്ഞപ്പോഴത്തേന് ശ്രുതി പറഞ്ഞു, നീ വിഷമിക്കാതിരിക്കും, ഞാൻ നോക്കട്ടെ, അമ്മയോടൊന്ന് സംസാരിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. ഉറപ്പൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ കോള് കട്ട് ചെയ്തു. ഈ സമയം ശ്രുതിക്ക് സന്തോഷമായി. അവന്റെ മനസ്സ് പാതി ഒന്ന് അയഞ്ഞിട്ടുണ്ട്. ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമാവും. എങ്ങനെ ശ്രുതി അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളും എന്നൊരു സമാധാനത്തോട് കൂടിയിട്ടാണ് ശ്രുതി ഇരിക്കുന്നത്. അത് ശരിയായിരുന്നു. ശ്രുതിക്കാണെങ്കിൽ ഊണും ഉറക്കമില്ല, ഫുഡ് പോലും നേരെ ചൊവ്വേ കഴിക്കുന്നില്ല. ചന്ദ്രമതിക്ക് ടെൻഷൻ. രവീന്ദ്രൻ ചന്ദ്രമതിയെ വഴക്കു പറഞ്ഞു, ചന്ദ്രേ, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, കൊടും ക്രൂരതയാ നീ ചെയ്യുന്നേ. അവളൊരു അമ്മയാൻ പോകുന്ന പെൺകുട്ടിയാ. അപ്പൊ അവളെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണം. ഒന്നുമില്ലേലും ഈ കുടുംബത്തിന്റെ സന്തതിയല്ലേ അവളുടെ വയറ്റി വളരുന്നേ. ശ്രുതിയുടെ മനസ്സിലെ ആഗ്രഹം വേറൊന്നും കൂടെയാ. കാരണം അച്ഛമ്മ സ്വത്തുക്കള് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വർഷേക്കാൾ മുമ്പില് ശ്രുതി ആയിരിക്കും പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരിക്കാം.
അങ്ങനെയാണെങ്കിൽ ആ സ്വത്തുക്കൾ മൊത്തം തനിക്ക് കിട്ടൂലോ എന്നൊരു ചിന്ത. ഔ, രക്ഷപ്പെട്ടു. കൃത്യസമയത്ത് തന്നെ വിവരങ്ങൾ കിട്ടിയത്. എങ്ങാനും വർഷ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടാവുമായിരുന്നെങ്കിൽ ആദ്യം വർഷയ്ക്ക് ശ്രീകാന്തിനോ സ്വത്ത് പോകണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലോ, എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അത്ര നല്ലതാണല്ലോ. പിന്നീട് സുധി എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, അമ്മേ, അച്ഛമ്മ കൊടുക്കുന്ന സ്വത്തുക്കള് അത് എനിക്ക് കിട്ടണമെന്നല്ലേ അമ്മയുടെ ആഗ്രഹം. അമ്മയുടെ മൂത്ത മകൻ ഞാനല്ലേ, അപ്പൊ പിന്നെ അത് എനിക്ക് കിട്ടുന്നതല്ലേ അമ്മ നല്ലത്. എടാ, അതൊക്കെ ശരി തന്നെയായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, നിന്റെ ഭാര്യയുടെ കാര്യം ഓർക്കുമ്പോ അമ്മേ അത് വിട്ടാരമ്മ പ്ലീസ് അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യെ കാലെ വീഴുവാണ്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ടമ്മേ. എൻ്റെ കുഞ്ഞവളുടെ വയറ്റിലുണ്ടല്ലോ അമ്മേ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യെ കാലെ വീണ് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, ശരി, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആഗ്രഹം നിറവേറ്റി തരാന്ന് പറഞ്ഞു. സത്യമാണോ അമ്മേ പറയണേ? അതെ, നാളെ നമുക്ക് പോയേക്കാം, അവളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, പിറ്റേ ദിവസം ആവാൻ വേണ്ടി സുധി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക. ദൈവമേ, ഒന്ന് രക്ഷപ്പെട്ടാ മതി, എങ്ങനെയെങ്കിലും അവളെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചന്ദ്രമതി ഈ തവണ ബുദ്ധിപൂർവ്വം കളിക്കാൻ തീരുമാനിച്ചു. ചന്ദ്രമതി സച്ചിയെ പോയി കണ്ടു. കാരണം സച്ചിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. സച്ചിയോട് പറഞ്ഞു, നാളെ ശ്രുതിയുടെ അടുത്ത് വരുന്നത് പോണം, നീ എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ എന്താ സച്ചി, കാര്യം എന്താന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് കാര്യങ്ങളെല്ലാം സച്ചിയോട് പറയണം, ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നേരാണോ നുണയാണോ നടത്തില്ല. ഇതിനു മുമ്പ് പല കള്ളത്തരങ്ങളും പറഞ്ഞ് അവൾ ഇങ്ങോട്ട് കയറിയിരിക്കുന്ന, നിന്റെ സഹായം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അതാണോ? ഞാൻ ഏറ്റമ്മേ, ഇത് നമ്മള് പൊളിച്ചെടുക്കും, കള്ളത്തരമാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി ചന്ദ്രമതിക്ക് വാക്ക് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുധി റെഡിയായി, ചന്ദ്രമതി റെഡിയായി. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, നമുക്ക് സച്ചിയുടെ കാറും വിളിച്ചോണ്ട് പോവാം എന്ന് പറഞ്ഞു. അല്ലമ്മേ, എന്റെ കാറിന് പോയപ്പോഴേ സച്ചിയും കൂടെ വരട്ടെ, അവനെ വിളിച്ചോണ്ട് നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, സുധി ഭയങ്കര സന്തോഷത്തില്ല. അപ്പൊ രവീന്ദ്രനോട് വരണ്ടാന്ന് പറഞ്ഞു, ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ട് വരാം, ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, എങ്കിൽ ശരി, പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി. അപ്പം അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടെന്നുള്ള കാര്യം ശ്രുതി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നിന്നെ കൂട്ടാൻ വരുന്നുണ്ടെന്ന്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. മീര പറഞ്ഞു, എന്നാലും ആ കുടുംബത്തിലുള്ള ഇത്ര മണ്ടന്മാരായി പോയല്ലോ, നീ വീണ്ടും അവരെ മണ്ടന്മാരാക്കുന്ന സമയത്ത് അവർക്കൊന്നും മനസ്സിലായിട്ടില്ലോ, കുറെ കഷ്ടമുണ്ട് കേട്ടോ, വീണ്ടും അവരെ പൊട്ടരാക്കുമല്ലേ. എടി, എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലടി, അവരെന്നെ വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ എന്നെ കൂട്ടാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ല. ഞാനിനി അവിടെ ചെന്ന് കുറച്ചാൾ കഴിയുമ്പോഴത്തേനും എന്റെ വയറ്റിലുള്ള കുഞ്ഞ് അബോർട്ടായി പോയെന്ന് പറയും, അല്ലെങ്കിലോ എങ്ങനെയെങ്കിലും പ്രഗ്നന്റ് ആവാൻ നോക്കും. നീ കണ്ടോടി മീരെ, എന്റെ അടുത്താ ചന്ദ്രമതിയുടെ കളി. അവരെക്കാളും വലിയ ആള് വന്നാലും എന്റെ അടുത്ത് ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ശരി ശരി, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്രുതി ഭാഗം എല്ലാം റെഡിയാക്കി വെച്ചു. മീരയും കൂടെ ഹെൽപ്പ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം ചന്ദ്രമതി ശ്രുതിയൊക്കെ വന്നു. ശ്രുതിയെ കണ്ടപ്പത്തിന് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, മോളെ, എന്താണ് ഈ ഒരു തവണത്തേക്ക് നിന്നോട് ക്ഷമിക്കാൻ തീരുമാനിച്ചു. നീ പ്രഗ്നന്റ് അല്ലേ, അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞാൻ വന്നിരിക്കുന്നേ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഇല്ലാൻറ്റി, എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് മീരയോട് യാത്ര പറഞ്ഞിട്ടാണ് ശ്രുതി ഇറങ്ങണത്. അങ്ങനെ പെട്ടിയ പ്രമാണം എല്ലാം കൊണ്ട് കാറിനകത്തേക്ക് വെച്ചു. ഒടുവില് ശ്രുതി എല്ലാവരും കൂടെ ഇറങ്ങി. അങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ്. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോൾ വഴി വേറെയാ പോകുന്നേ. ശ്രുതിക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, അല്ല, നമ്മളിത് ഏത് വഴിയാ അമ്മ പോന്നെ, വീട്ടിലേക്കല്ലേ പോണെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ഇപ്പം വീട്ടിലേക്കില്ല, ഇത്തിരി കഴിഞ്ഞിട്ടാ വീട്ടിലേക്ക് പോകത്തുള്ളൂ പറഞ്ഞു. അതെന്താ, ഇപ്പൊ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കോ? അതെ, പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞത്, പോയി ഒരു ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് പോകുന്ന നല്ലതെന്ന് അമ്മ പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അതെ മോളെ, പ്രഗ്നന്റ് അല്ലേ, അപ്പൊ ഇതുവരെയായിട്ട് നിനക്ക് ചെക്കപ്പ് ഒന്നും നടത്തിയിട്ടില്ലല്ലോ, അപ്പൊ ചെക്കപ്പ് ഒക്കെ നടത്തി വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. ശ്രുതി പെട്ടുപോയി. ശ്രുതി പറഞ്ഞു, അല്ല, അത് പിന്നെ അമ്മ അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ ഞാൻ ശ്രുതിയും കൂടെ സാവകാശം പോയിക്കളാന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ഇപ്പൊ കൈയോടെ പോണോന്ന് പറഞ്ഞു. അങ്ങനെ എന്താണെങ്കിലും ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുവാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ പ്രഗ്നന്റ് അല്ല എന്നുള്ള സത്യം പുറത്തു വരുമല്ലേ, അതോടുകൂടി വീണ്ടും പണി പാടും. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.